മാലിന്യ സംസ്കരണത്തിൽ മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കിയാണ് കൊച്ചി കോർപ്പറേഷനിലേക്ക് അംബിക സുദർശൻ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തുമ്പൂർ മൊഴി പദ്ധതിയും സിറ്റി ഗ്യാസുമെല്ലാം നഗരത്തിൽ ആദ്യമായി കുന്നുംപുറം ഡിവിഷനിൽ നടപ്പാക്കിയ LDF സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷയും ഏറെ. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് പിന്നാലെ 100 മണിക്കൂറിനുള്ളിൽ നടപ്പാക്കിയ തുമ്പൂർ മൊഴി പദ്ധതി, കൊച്ചി നഗരത്തിൽ ആദ്യമായി കൊണ്ടുവന്ന സിറ്റി ഗ്യാസ് പദ്ധതി, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം, ഇങ്ങനെ ഒട്ടനവധി വികസനങ്ങളിലൂടെയാണ് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന അംബിക സുദർശൻ കുന്നുംപുറം ഡിവിഷന്റെ മുഖം മാറ്റിയത്. കൊച്ചി നഗരസഭയിൽ ആദ്യമായിട്ട് സിറ്റി ഗ്യാസ് പദ്ധതി നടപ്പാക്കിയത് ഞാൻ പ്രതികരിക്കുന്ന ഈ കുന്നുംപുറം വാർഡിലാണ്. അതോടൊപ്പം തന്നെയാണ് ബ്രഹ്മപുരത്തെ ഒരു വലിയ വിഷയമുണ്ടായ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആളുകളെല്ലാം ഈ മാലിന്യം എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായ സമയത്ത് നമ്മൾ 100 മണിക്കൂറിലാണ് നമ്മുടെ ഡിവിഷനകത്ത് നമ്മൾ തുമ്പൂർ മൊഴി പ്രൊജക്റ്റ് നടപ്പാക്കിയത്. അത് അങ്ങനെ നടപ്പാക്കാൻ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയത് തന്നെ നമ്മുടെ ബഹുമാനായ മേയറാണ്, അഡ്വക്കേറ്റ് M. അനിൽകുമാർ. കാരണം ബ്രഹ്മപുരത്ത് വിഷയം വരുന്നതിന് മുമ്പെല്ലാം തന്നെ സഭയ്ക്കകത്ത് രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് മേയർ എപ്പോഴും പറയും വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം എന്നുള്ളത് ഡിവിഷനകത്ത് നടപ്പാക്കണം. ആ ഒരു ആശയം കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ഹരിത സഹായ സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു പദ്ധതി നമുക്ക് നടപ്പാക്കാൻ സാധിച്ചത്. സിറ്റിംഗ് സീറ്റിലേക്ക് LDFനായി വീണ്ടും മത്സരിക്കുമ്പോൾ അംബികയ്ക്ക് തികഞ്ഞ ആത്മവിശ്വാസം. വളരെ ആത്മവിശ്വാസത്തിലാണ്. സിറ്റിംഗ് സീറ്റ് ഒപ്പം തന്നെ 10 വർഷമായിട്ട് ഈ ഡിവിഷനെ പ്രതികരിച്ചു എന്നുള്ളത് വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എനിക്കുള്ളത്. പ്രചരണം വീടുകൾ എല്ലാം ഡിവിഷനകത്ത് മുഴുവൻ വീടുകളും നമ്മൾ കയറി വോട്ടർമാരെ കാണുക എന്നുള്ളതാണ്. അതൊരു 80% പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനി അവരെല്ലാം കാണണം. 2 തവണയാണ് കുന്നുംപുറം ഡിവിഷനിൽ നിന്ന് അംബിക കൗൺസിലറായത്. വീണ്ടും മത്സരരംഗത്തിറങ്ങുമ്പോൾ വികസന പദ്ധതികൾ തന്നെയാണ് പ്രധാന പ്രചരണ ആയുധം. കൈരളി ന്യൂസ്, കൊച്ചി.